അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് മിൽഅ അസ്സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശാഅ മിൻ ഷൈഇൻ ബഅദ്. ഖുർആൻ പഠനത്തിൻ്റെ ഒരു എളുപ്പവഴി മൂന്നാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തെ 2 സൂക്തങ്ങളും ചേർന്ന് വരുന്ന സർവ്വനാമങ്ങളും അതോടൊപ്പം ബ്രെയിൻ റീചാർജ് ചെയ്യുന്ന രീതിയുമാണ്. ആദ്യമായി ഖുർആന്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം പഠിക്കാം. യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ. യഹ്ദി, നീ നയിക്കണമേ. ന, ഞങ്ങളെ. യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ. സിറാത്ത്, മാർഗം. അസ്സിറാത്ത്, മാർഗം. അൽ മുസ്തഖീം, നേരായ. അസ്സിറാത്ത് അൽ മുസ്തഖീം, നേരായ മാർഗം. അൽ എന്നത് സാധാരണ ഇംഗ്ലീഷ് പറയുമ്പോൾ ദിക്ക് സമാനമായ ഒരു പ്രയോഗമാണ്. അൽ എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാം ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല, അത് നമുക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോൾ അസ്സിറാത്ത് അൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ. സിറാത്ത്, മാർഗം. നേരത്തെ ഞാൻ പഠിച്ചു സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. സിറാത്ത്, മാർഗം. അല്ലദീന, ഒരു കൂട്ടരുടെ. അൻഅംത, നീ അനുഗ്രഹം ചെയ്തു. അല്ലദീന, ഒരു കൂട്ടരുടെ. ഖുർആനിൽ 1000-ലധികം പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലദീന. ഈ പദം ഖുർആനിൽ 1000-ലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അല്ലദീന, ഒരു കൂട്ടരുടെ. അൻഅംത, നീ അനുഗ്രഹം ചെയ്തു. അല്ലദീന അൻഅംത, നീ അനുഗ്രഹം ചെയ്തവർ. അൻഅംത, നീ അനുഗ്രഹം ചെയ്തു. നിഅമത്ത്, അനുഗ്രഹം. അലൈഹിം, അവരുടെ മേൽ. അല, മേൽ. ഹിം, അവരുടെ. അലൈഹിം, അവരുടെ മേൽ. ഗൈർ, അല്ലാത്ത. അൽ മഗ്ദൂബ്, കോപിക്കപ്പെട്ടവർ. മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ. മഗ്ലൂബ്, കോപിക്കപ്പെട്ടവർ. മഗ്ലൂബ്, കോപിക്കപ്പെട്ടവൻ. അലൈഹിം, അവരുടെ മേൽ. അല, മേൽ. ഹിം, അവരുടെ. അലൈഹിം, അവരുടെ മേൽ. വല, അല്ലാത്ത. നേരത്തെ ഗൈർ എന്ന് പറഞ്ഞു, അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ല, അല്ലാത്ത. ഗൈർ, അല്ലാത്ത. ല, അല്ലാത്ത. ലായുടെ അർത്ഥം അല്ല, ഇല്ല എന്നാണ്. ദാലീൻ, വഴിപിഴച്ചവർ. ദാല്, വഴിതെറ്റിയവൻ. അതിൻ്റെ ബഹുവചനമാണ് ദാലീൻ, വഴിതെറ്റിയവർ. വലദ്ദാലീൻ, വഴിപിഴച്ചവരുടേതും അല്ലാത്ത. ഇനി അതിൻ്റെ പദാനുപദാർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ. അസ്സിറാത്ത്, മാർഗത്തിൽ. അൽ മുസ്തഖീം, നേരായ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. സിറാത്ത് മാർഗം, അല്ലദീന ഒരു കൂട്ടരുടെ, അൻഅംത നീ അനുഗ്രഹം ചെയ്തു, അലൈഹിം അവരുടെ മേൽ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. ഗൈർ അല്ലാത്ത, അൽ മഗ്ദൂബ് കോപിക്കപ്പെട്ടവരുടെ, അലൈഹിം അവരുടെ മേൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടേതും അല്ലാത്ത, വല അല്ലാത്ത, ദ്വാല്ലീൻ വഴിപിഴച്ചവരുടേത്, വലദ്വാല്ലീൻ വഴിപിഴച്ചവരുടേതും അല്ലാത്ത. ലാംഗ്വേജസ് മെയ്ഡ് ഈസി. ഖുർആൻ പഠനത്തിൻ്റെ ഒരു എളുപ്പ വഴിയാണല്ലോ. ഭാഷ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നതിന് ഒരു സിസ്റ്റമാണ് നാം ഇതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു, ടോട്ടൽ ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ മുഖേനയാണ് നാം ഇത് പഠിക്കുന്നത്. അതനുസരിച്ച് 1295 പ്രാവശ്യം ഖുർആനിൽ വന്ന പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നാം കടക്കുകയാണ്. അടുത്ത ഘട്ടം അവൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്നെങ്ങനെ പറയും? ഉദാഹരണമായി നമുക്ക് റബ്ബ് എടുക്കാം. അവൻ്റെ റബ്ബ് എന്നെങ്ങനെ പറയും? അവരുടെ റബ്ബ് എന്നെങ്ങനെ പറയും? ഇത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ 10,000 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നാം രണ്ടാമത്തെ ഘട്ടത്തിൽ പഠിക്കുന്നത്. ഞാൻ ആദ്യമായി അറബിയും മലയാളവും പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയണം. റബ്ബുഹു അവൻ്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്, റബ്ബുക്ക നിൻ്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, റബ്ബി എൻ്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഒരിക്കൽ കൂടി പറയാം. റബ്ബുഹു അവൻ്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്, റബ്ബുക്ക നിൻ്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, റബ്ബി എൻ്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഇത് പറയുമ്പോൾ നമ്മുടെ കൈ ചൂണ്ടാൻ മറക്കരുത്. നാം നേരത്തെ കൈ ചൂണ്ടിയാണ് പഠിച്ചത്. അതാണ് ടോട്ടൽ ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ നാം പറഞ്ഞത്. അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നത് പോലെ തന്നെ പറയണം. ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കുകയും ചെയ്യുക. അല്പം സ്പീഡിൽ ഒന്നുകൂടി പറയാം. റബ്ബുഹു അവൻ്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്, റബ്ബുക്ക നിൻ്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, റബ്ബി എൻ്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഇനി ഞാൻ അറബി മാത്രം പറയും, നിങ്ങൾ ആവർത്തിച്ച് പറയുക. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. ഒരിക്കൽ കൂടി അല്പം കൂടി സ്പീഡിൽ. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. അല്പം കൂടി വേഗത്തിൽ. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. ഇനി ഈ രണ്ട് പദങ്ങൾ ഒരുമിച്ച് പറയണം. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. മാഷാ അല്ലാഹ്, ഏതാനും നിമിഷങ്ങൾക്കകം ഖുർആനിൽ 10,000 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇപ്പോഴേക്കും നാം അല്പം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ട് നമുക്ക് അല്പം ഒരു പ്രയാസം തോന്നുന്നുണ്ടാകാം.
ദീർഘശ്വാസം കൊണ്ട് നമ്മുടെ ബ്രെയിൻ റീചാർജ് ചെയ്യാൻ കഴിയും. നമ്മുടെ മൊബൈൽ അല്പസമയത്തിന് ശേഷം റീചാർജ് ചെയ്യണം എന്നതുപോലെ ബ്രെയിൻ റീചാർജ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ദീർഘമായി ശ്വസിക്കുകയും അതേപോലെ വിടുകയും ചെയ്യുക. ബ്രെയിനിന് ഓക്സിജൻ ആവശ്യമാണ്. നാം സാധാരണഗതിയിൽ ശ്വസിക്കുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ എടുക്കുകയോ പൂർണ്ണമായും കാർബൺ ഡൈ ഓക്സൈഡ് വിടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി നാം ശ്വസിക്കുകയും അത് പൂർണ്ണമായും വിടുകയും ചെയ്യുക. അപ്പോൾ നാം ബ്രെയിൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നാം പഠിച്ച ശ്രദ്ധേയമായ പദങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സിറാത്ത് 46 പ്രാവശ്യം വന്നിട്ടുണ്ട്, മുസ്തഖീം 37 പ്രാവശ്യം, അല്ലദീന 1000-ലധികം പ്രാവശ്യം. അതേപോലെ നാം പഠിച്ചു കഴിഞ്ഞ പദമാണ് ഗൈർ, ലാ. ഈ പദങ്ങളെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോഴേക്കും നാം നമ്മുടെ പഠന പുരോഗതി നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്താനും അത് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.